വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. 1929 കാൽവരിയിലേക്കുള്ള യാത്ര. 3-ാം വർഷം വ്രതമെടുക്കാൻ പോയ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന സിസ്റ്റർ പീറ്ററിന് പകരമായി 2 മാസത്തേക്ക് എന്നെ വിൽനൂസിലേക്ക് അയച്ചു. 2 മാസത്തിലേറെ ഞാൻ വിൽനൂസിൽ താമസിച്ചു. ഒരു ദിവസം എന്നെ സന്തോഷിപ്പിക്കാനായി മദർ സുപ്പീരിയർ ഐറൻ മറ്റൊരു സിസ്റ്ററിന്റെ കൂടെ കാൽവരിയിൽ പോകാൻ, കുരിശിന്റെ വഴിയിൽ നടക്കാൻ അനുവാദം തന്നു. എനിക്ക് വളരെ സന്തോഷമായി. ആ സ്ഥലത്തേക്ക് അധികം ദൂരമില്ലായിരുന്നെങ്കിലും ഞങ്ങൾ ബോട്ടിൽ പോകണമെന്നാണ് മദർ സുപ്പീരിയർ ആഗ്രഹിച്ചത്. അന്നു വൈകുന്നേരം ഈശോ എന്നോട് പറഞ്ഞു, നീ ഭവനത്തിൽ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈശോയെ, നാളെ രാവിലെ പോകാൻ എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണല്ലോ, ഞാൻ എന്തു ചെയ്യണം? കർത്താവ് മറുപടി പറഞ്ഞു, ഈ യാത്ര നിന്റെ ആത്മാവിന് ദോഷം ചെയ്യും. ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങൊരു വഴി കണ്ടെത്തുക, അവിടുത്തെ ഇഷ്ടം നടപ്പിലാക്കാൻ അങ്ങ് വേണ്ടതു ചെയ്യുക. ആ സമയം ഉറക്കത്തിനായുള്ള മണിയടിച്ചു. ഞാൻ ഈശോയോട് വിട പറഞ്ഞ് എന്റെ മുറിയിൽ പോയി. പിറ്റേ ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു. യാത്ര പോകുന്ന കാര്യത്തിൽ എന്റെ കൂട്ടുകാരിക്ക് വളരെ സന്തോഷമായിരുന്നു. യാത്രയ്ക്ക് ഒരു തടസ്സവും അതുവരെ അനുഭവപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ പോകുകയില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. ഞങ്ങൾ നേരത്തെ ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്നും നന്ദി പ്രകടനം കഴിഞ്ഞ് ഉടനെ പോകണമെന്നും നിശ്ചയിച്ചിരുന്നു. കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് കാലാവസ്ഥ പെട്ടെന്നു മാറി. ആകാശം മേഘാവൃതമായി. മഴ അതിശക്തമായി പെയ്തു തുടങ്ങി. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള ഈ വ്യതിയാനം കണ്ട് എല്ലാവരും വിസ്മയിച്ചു. മദർ സുപ്പീരിയർ എന്നോട് പറഞ്ഞു, സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരുന്നത് സാരമില്ല. ഞങ്ങൾ ഭവനത്തിലായിരിക്കണമെന്നത് ദൈവ തിരുമനസ്സാണ്. ഏതായാലും ഞാൻ ഭവനത്തിലായിരിക്കുക എന്ന ഈശോയുടെ അടിയന്തരമായ ആഗ്രഹം ആരും അറിഞ്ഞില്ല. ഞാൻ ആത്മശോധനയിലും ധ്യാനത്തിലും ദിവസം മുഴുവൻ ചെലവഴിച്ചു. എന്നെ ഭവനത്തിൽ നിർത്തിയതിന് ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ആ ദിവസം ദൈവം വളരെ സ്വർഗീയ സമാശ്വാസങ്ങൾ എന്നിൽ വർഷിച്ചു.